ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്, ഏകദേശം 1 മാസം 2 മാസത്തിൻ്റെ അടുക്കായെന്ന് തോന്നുന്നു. കുറേ വീഡിയോ ഉണ്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടും പെൻഡിങ്ങിലായിട്ടും, അത് പ്ലേ ആക്കാനും ഇതാക്കാനും എല്ലാം. അപ്പോൾ ഓരോർക്ക് വിചാരിക്കുന്നു യൂട്യൂബിൽ നിർത്താൻ വേണ്ട മതിയാക്കിറാന്ന്. പക്ഷെ ഇത്ര ആയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇത്ര ഫോളോവേഴ്സ് എല്ലാം ആക്കിയിട്ട് എടുത്തിട്ടായാലേ ഫുള്ള് ഡിലീറ്റ് ആക്കാനും മനസ്സും വരുന്നില്ല. അങ്ങനത്തെ ഒരു എന്താക്കേണ്ടി ഏതാക്കേണ്ട വെക്കണ വേണ്ടേ ഡിലീറ്റ് ആക്കണം എന്നിട്ടൊരു അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇത്ര ദിവസം ഉണ്ടായത്. അങ്ങനെ വെച്ചിട്ടില്ല. ഇപ്പോൾ ഫോണൊന്നാകെ സ്റ്റക്കായിട്ടുണ്ട്. എന്തെങ്കിലും വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഒന്ന് വെമ്പി അപ്ലോഡ് ആക്കിയിട്ടില്ലേ, നമുക്ക് ഫോണിനൊന്ന് ഫ്രീ ആക്കിയിട്ട് വിടാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളെല്ലാം പറയാം. എൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്, എല്ലാവർക്കും അറിയുമല്ലോ. കുറേ ഉണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് വീഡിയോ ആണ്. ഇന്നലെ നമ്മളെ അളപ്പാൻ്റെ മോളെ കുഞ്ഞിൻ്റെ സുന്നത്ത് മംഗലം ഉണ്ടായി. പിന്നെ ഓളമച്ചിൻ്റെ കുഞ്ഞിൻ്റെ സുന്നത്ത് മംഗലം കതുത്തും ഓളെ സുന്നത്ത് മംഗലം രണ്ടും ഒന്നിച്ചിട്ട് അതിനുണ്ടായിന്. നല്ല അടിപൊളി പരിപാടിയാണ്. മാഷാഅല്ലാ, പറയാതിരിക്കാൻ വയ്യ. അപ്പം നമ്മൾ ഫുള്ളും ഓരൊക്കെ അറിയില്ലേ, അളിയാൻ്റെ ട്രാവലറാക്കിയിട്ടാണ് പോയിരുന്നത്. ഞങ്ങൾ അളിയാൻ്റെ ഏട്ടത്തിൻ്റെ മാപ്പിളുടെ അങ്ങനെ അളിയാൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ ഇല്ല, ഒരു വേറെ തന്നെ ഒരു മജ അറിഞ്ഞ ഒരു വൈബ് വേറെ തന്നെ. അത് പറഞ്ഞെങ്കറിയാലോ. കുറേ ആളെൻ്റെ സബ്സ്ക്രൈബേഴ്സില്ലേ, കുറേ ആൾക്ക് നമ്പർ കേട്ടോ ഞാൻ കൊടുത്തിന്. അളിയ ടൂറും കാര്യങ്ങളെല്ലാം പോകുന്ന ആളാണ്. അപ്പോൾ ഇത് അളപ്പാൻ്റെ ഒരു മോനാണ്, ഒരു പുതിയപ്പിള പെണ്ണുണ്ടാവും പുതിയപ്പിളക്ക് വെച്ച്. അങ്ങനെ പോയ പാട് നല്ല മഴയുണ്ട്. അങ്ങനെ തതിർപ്പത്തിൻ്റെ മഴ വരുന്നുണ്ട്. ആ മഴക്കില്ല നല്ല തണുത്ത ജ്യൂസും ഉണ്ട് അവിടെ. വെൽക്കം ഡ്രിങ്ക് ആയിട്ടില്ലേ, ഫ്രഷ് ജ്യൂസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പൈനാപ്പിൾ, മാംഗോ, പിന്നെ വാട്ടർമെലോൺ, അങ്ങനെയല്ലോ എല്ലാ ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് എല്ലാം എടുത്തിട്ട് അതിന് ശേഷം അല്ലേ ഇങ്ങനെ പോകുന്നേണ്ട്. അപ്പം എല്ലാം മഴ വരുന്നുണ്ട് നല്ല പാങ്ങലെ. പിന്നെ റിസോർട്ടിൽ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. അതേത് റിസോർട്ട് പോകാം, പേര് ഓർമ്മയില്ല, മറന്ന് നോക്കട്ടെ, ലാസ്റ്റിൻ്റെ ഉള്ളിൽ ഓർമ്മ വാങ്ങിച്ചല്ലോ. ഇതാണ് അളപ്പൻ്റെ മോളെ പുതിയാപ്പിള, ഇപ്പുറത്തുള്ളത് അനിയൻ പുതിയാപ്പിള അവൻ്റെ തന്നെ. അങ്ങനെ ഏട്ടനെ അനിയൻ്റെ മക്കളത് ഒന്നിച്ചിട്ടാണ് പരിപാടി ഉണ്ടായത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എൻട്രിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പാട്ടും കളിയും ഡാൻസും ഒപ്പനയും നല്ല എനിക്ക് മാഷാഅല്ലാ നല്ല മജയുണ്ടായിന്. ഇപ്പോൾ കുറേ ദിവസമായി ഞാനൊരു ഫംഗ്ഷന് പോവാതില്ലേ, ഏകദേശം ഒരു കുറച്ചൊന്നില്ലെങ്കിൽ ഒരു 1-2-3 മാസത്തിനടുക്കായെന്ന് തോന്നുന്നു. ഇപ്പോൾ യാത്രൂന് ഇങ്ങനെ കഴിയാതായി പിന്നില്ല അധികം പോലെ കുറവ് തന്നെയാണ്. നമ്മൾ ഈ ഫംഗ്ഷൻ അല്ല നമ്മൾ ഒന്നിച്ചിട്ട് പോകുന്നിടത്തേക്ക് പോകും, വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇറങ്ങാതിരത്തേക്കല്ല, അങ്ങനത്തെ കഥ. അപ്പോൾ ഇതെൻ്റെ അളപ്പ. പിന്നെ നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫാമിലിനെല്ലാം അറിയാമല്ലോ, ഇതെൻ്റെ അങ്ങളുടെ ഓള്. അപ്പോൾ ഇതാണ് അവളെ ഉമ്മ, മപ്പളുടെ ഉമ്മ. മഷാല നല്ല അടിപൊളി സാരിയെല്ലാം എടുത്തിട്ട് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്വഭാവം പറഞ്ഞാൽ അവർക്കെല്ലാം ഭയങ്കര ഒരു മെസ്സം മാറുന്നില്ലെങ്കിൽ ജീവനാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ സുന്നത്താക്കിയ പാട് നമ്മൾ പോയിട്ടുണ്ടായി. ഞാൻ ഏട്ടത്തിയാറെല്ലാം ഓനെ നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ഫാമിലിയിൽ അങ്ങനെയെല്ലാം പോവല് വരല് കൂടലെല്ലാം കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇപ്പം നമ്മളെ കുഞ്ഞിൻ്റെ സുന്നത്താക്കി എളപ്പന്മാരും ഓരെല്ലാവരും ഒന്നിച്ചിട്ട് കുഞ്ഞുമാന്മാരെല്ലാം വരും. നമ്മൾ അങ്ങോട്ട് പോകും, ഓറിങ്ങോട്ട് വരും. അതല്ലെങ്കിൽ ഒരു എന്തിനാണ് നമുക്ക് പോകുന്നത് വരുന്നത് കൂടുന്നതെല്ലാം കുറച്ച് കൂടുതൽ തന്നെ മാഷാഅല്ലാ. അങ്ങനെ വേണം, കുടുംബത്തിലൊരു ഐക്യം വേണം. ഒരു പിരിച്ച ഉണ്ടെങ്കിൽ ഒരു വേറെ തന്നെ ഒരു വർക്കത്തല്ലേ. അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ കുറച്ച് പാട്ടും കളിയെല്ലാം കുറച്ച് നോക്കിയിട്ടായിട്ടില്ലേ. പിന്നെ മെയിൻ ഫുഡ് അടിയല്ലേ അല്ലേ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരക്കാന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ഫുള്ളൊന്ന് വെച്ചിട്ടിരുന്ന്. അതിൽ കുഞ്ഞുമാന മക്കൾ മാത്രമേ എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് ലേറ്റായി വരുമ്പോൾക്ക് മദ്രസ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓർ വന്നത്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ. പിന്നെ കുറച്ച് ബിസി ആക്കിയിട്ടെല്ലാം അതിന് ശേഷം ഇല്ലേ, ഇത് ഫുഡ് കഴിച്ച പാട് ചായ പിടിക്കാൻ വന്നതല്ല. ഞാൻ കുറച്ച് നേരം അവിടെ പാട്ട് ഇതെല്ലാം നോക്കിയിട്ട് അതിന് ശേഷമില്ലേ പിന്നെ കുറച്ച് നേരം ഇൻ്റെന്ന് വന്നത്. അപ്പോൾ അളിയ നല്ല അടിപൊളിയുടെ പാനിപ്പൂരി എല്ലാം കഴിക്കുന്നുണ്ട്. മാഷാഅല്ലാ നല്ല അടിപൊളി ഗ്രാൻഡ് പരിപാടിയാണ് ഞാൻ. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിന്. ചായയും മറ്റേ പാനിപ്പൂരിയും മറ്റേ ചോക്ലേറ്റ് സംഭവങ്ങൾ, പിന്നെ മറ്റേ പോപ്കോൺ, ആ ഒരു സെറ്റ് ഉണ്ടാകുന്നില്ലേ, അതെല്ലാം ഉണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഫുഡും കാര്യങ്ങളായാലും എല്ലാം. അങ്ങനെ നല്ല അടിപൊളി പരിപാടി. കുറേ ഈ പരിപാടി നേരം ഒന്നും കൂടാത്തത്. നല്ല നമ്മളെ ഫാമിലി എല്ലായിട്ടും ഒരു മനസ്സ് തുറന്നിട്ടൊരു സമാധാനത്തിൽ പരിപാടി കൂടിയത് ഇന്നാണ് ഞാൻ അറിഞ്ഞു. ഇന്നല്ല 2-3 ദിവസമായി, 4 ദിവസം. അങ്ങനെ നല്ല കളർഫുൾ ചായ ഉള്ളതാ ജഗ്ഗിൽ ഇങ്ങനെ അടിപൊളിയിൽ. ഇത് കഴിക്കുന്ന ടേസ്റ്റിനേക്കാൾ ഇതിങ്ങനെ കളർഫുൾ കഴിക്കുന്നതൊക്കെ കാണാനല്ലേ നല്ല മജ. ഇപ്പോഴത്തെ നല്ല കാറ്ററിങ്ങിൻ്റെ ഒരു വെറൈറ്റി തന്നെയല്ലേ അല്ലേ, നല്ല മജയുണ്ട്. പിന്നെ ജിലാബി ഉണ്ടായിന്, പിന്നെ മറ്റേ ഇതില്ല മൈസൂർ പാക്ക് അതുണ്ടായി. പിന്നെ ചോക്ലേറ്റിലേക്ക് കേക്കെല്ലാം വെച്ചിട്ട് നല്ല മജയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ പിന്നെയും നമ്മൾ തന്നെ ഒന്നിച്ചിരുന്ന് ചിരിയായി കളിയായി ബിസിയായി.
ഫംഗ്ഷന് നമുക്ക് മെയിൻ പോകുന്നതിൻ്റെ പരിപാടി എന്താ പറയുക, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കുഞ്ഞുമാമാറും അളമാമാറും അളവൻ്റെ മക്കൾ അളപ്പാമയങ്ങും എല്ലാവരും ഒന്നിച്ചിരിങ്ങനെ കൂടിയിട്ടൊരു കുറച്ചൊരു നമുക്കൊരു മനസ്സിൻ്റെ ഒരു ബേജാറെല്ലാം തീർന്നിട്ടാകുമ്പോൾ എന്തോ ഒരു സമാധാനം ഒന്നിച്ച് ആവശ്യമാക്കിയിട്ടാകുമ്പോൾ കൂടിയിട്ടാകുമ്പോഴെല്ലാം അതൊരു വേറെ തന്നെ എന്തോ ഒരു സമാധാനം എന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനെ കുറേ സൈലി ഇപ്പോൾ ഞാൻ ഒരു ബേജാറിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞുള്ളത് പറയാമല്ലോ. ബേജാറിൽ തന്നെ കിടന്നു പോയിക്കൊണ്ടേ ഏകദേശം ഒരു 5, 6, 7, 8 മാസത്തിൻ്റെ അടുക്കായി ഇങ്ങനെ തന്നെ ഒരു ബേജാറ് പിടിച്ചിട്ട്. അപ്പോൾ അതെല്ലാം ആയിട്ട് ജസ്റ്റ് എല്ലാം ഇങ്ങനെ ഒന്ന് സമാധാനത്തിൽ കുറച്ച് ഇരിക്കാന്നിട്ട് ഞാൻ പോയത് തന്നെയാന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്. അങ്ങനെ എല്ലാം ആയിട്ട് നമ്മൾ അടുത്ത പാട്ടും ഇടയിൽ നോക്കുന്നത്. ഇടയിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്ന ഗൗജിയാണ് ഒപ്പന കളിക്കുന്നല്ലോ. പിന്നെ ഒപ്പൻ്റെ ഈ പാട്ടിനെ അങ്ങനെ ഇട്ടെങ്കിലേ ഒപ്പനല്ലേ ഇത് ഡാൻസല്ലേ എന്തിത് അന്നും കൈ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ എടുത്തെങ്കിലേ കോപ്പിറൈറ്റ് വരും സോങ് ഇട്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ കട്ടാക്കിയതെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇതാണ് അളപ്പാൻ്റെ മോള്, പിന്നെ അവളെ മാപ്പിള ഒരേ ഒരു മോന് ഇഫാസ്. മാഷാ അല്ലാ. അങ്ങനെ നല്ല അടിപൊളി ഫംഗ്ഷനെല്ലാം കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിന് ശേഷമില്ലേ പിന്നെ ആടെ വന്നവരെല്ലാം വേറെ എന്താ പറയാൻ എന്താ പറയുമോ തന്നാസ് കിച്ചണിലായിട്ട് കുറേ ആളുണ്ടായിന്ന് പറഞ്ഞാൽ. മാഷാ അല്ലാ. ഇതാണ് അനിയൻ്റെ കുഞ്ഞ്. മാഷാ അല്ലാ. ഇത് മോള്, അത് മോന്. ഇവളെ കാത് കുത്തലും എൻ്റെ സുന്നത്തും അഞ്ഞുണ്ടായിരുന്നത്. അങ്ങനെ സമ്മാനങ്ങളിൽ ഒരു പൂരഞ്ഞു. മാഷാ അല്ലാ. ഇടയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് അതിൻ്റെ വീഡിയോ കിട്ടീനോന്നറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല ഇതെല്ലാം ഒരു പിള്ളമാർക്ക് എന്തോ ഒരു ഇഷ്ടമല്ലല്ലേ ഈ പിള്ളമാർ സുന്നത്താക്കുന്നതിന്. എന്തിന് മാല കിട്ടുമോ ഗിഫ്റ്റ് കിട്ടും അങ്ങനെയല്ലല്ലോ ചോദിക്കുന്ന പിള്ളേർ. അത് ഇതളപ്പാൻ്റെ മോള്, അതളപ്പ. പിന്നെ നല്ല ബിറ്റുണ്ടായിന് എന്താ പറയുക, എല്ലാവരും ഫോട്ടോ എടുക്കുമല്ലോ സ്റ്റേജിൽ കയറിയിട്ട്. അങ്ങനെ ഉള്ള ഫാമിലി, നമ്മളെ ഫാമിലി, പുതിയപ്പളുടെ ഫാമിലി എല്ലാവരും ഇങ്ങനെ ബാച്ചായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ പക്രു ഫാമിലി കയറിയിട്ടാകുമ്പോഴേക്കും ഏട്ടത്തിനെ കാണുന്നേ ഇല്ല. ഏട്ടത്തി നിസ്കരിക്കാൻ എന്തോ പോയിന് അപ്പുറത്തേക്കോ. അങ്ങനെ എങ്ങനെ തേടിയങ്കോളെ കാണുന്നേ ഇല്ല. അങ്ങനെ ആങ്കറിങ് നേരെ ബൈക്കിൽ എന്നെ വിളിച്ചല്ലേ. പക്രു ഫാമിലീൻ്റെ ബൽക്കീസിനെ കാണുന്നില്ല. നല്ല ചെയ്യുണ്ടായി അറിഞ്ഞതെല്ലാം. അപ്പോൾ അങ്ങനത്തെ അല്ല കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കൽ, വീഡിയോസ് എടുക്കൽ. പിള്ളമാരെല്ലാം ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഓളെ ഫ്രണ്ട്സെല്ലാം വേറെ വന്നിട്ടുണ്ടായി. ഈ പെണ്ണും മോളത്തില്ലേ ഓർത്ത് ഓരോ ഫാമിലി ആയിട്ട് വന്നൊരു ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിന്. അതെനിക്ക് മിസ്സായി പോയി നണ്ടില്ല. അപ്പോൾ അത് കരിഞ്ഞിട്ടില്ല, ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. നല്ല മജയുണ്ടായിന് എല്ലാം കാണാനെല്ലാം. അങ്ങനെ പിള്ളമാരെല്ലാം ഒന്നിച്ച് നിന്നിട്ടും വേറെ നിന്നിട്ടെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെയല്ലേ ഒരു 6, 7 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പെരുക്കെത്തുമ്പോൾ ഒരു 10, 11 മണി ആ ഒരു ടൈം ആയിന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒന്നിച്ചിട്ട് കൂടിയിട്ട് വലിയ ടൈം പോകുമെന്ന് അറിയുന്നത് നമുക്ക്. അങ്ങോട്ടായിട്ട് ടൈം പോകുന്നതേ അറിയുന്നില്ലല്ലോ. പിന്നെ ഈ പ്രത്യേകിച്ച് രാത്രി ഫംഗ്ഷൻ ആകുമ്പോൾ നല്ല മജ ഉണ്ടാകുന്നു. പിന്നെ മഴയും എന്ത് ചൂടെടുക്കുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതെല്ലാം ആയിട്ട് എല്ലാം കൊണ്ട് മഷാല നല്ല മജയുണ്ടായിന്. അങ്ങനെ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ ടൈമിലാണ് ഏട്ടത്തിനെ കാണാതായത്. ഓളി സംസ്കരിക്കാൻ എന്തോ അടടോ പോയിന് എൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആര് അങ്ങനെ ബൽക്കി സൊസൈന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് നമുക്ക് ഇടയിലൂടെ ഓഫീസിലേക്ക് വന്നു പോയി. അപ്പോൾ ഇടയിലേ അളപ്പൻ്റെ മോനിക്ക് ഫുഡ് കൊടുത്തിട്ടില്ലായിട്ട് ഓള് വന്നിട്ടുണ്ടായി രാവിലെ എന്ത് കഴിച്ചിട്ടില്ലായിട്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാ വീഡിയോ എടുത്ത് തന്നപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സ് സ്റ്റിച്ചാക്കിയിട്ടുണ്ട്. ഓള് കുറച്ച് ഓഫ് വൈറ്റും മറ്റോള് ഒരു ചിക്കു കളർ അങ്ങനത്തെ എന്തോ കളറാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന്. നല്ല ഉണ്ടായിന് കാണാൻ, പാർട്ടി വെയർ പോലെ തന്നെ ഡ്രസ്സ് തന്നത്. അങ്ങനെ സ്റ്റേജിൽ ഓരോരോ എൻട്രിക്കും ഓരോരോ ബലൂണും മറ്റേ പോപ്പറും സംഭവങ്ങളെല്ലാം ഇങ്ങനെ പൊട്ടുന്നുണ്ട്. പോപ്പർ തന്നെയല്ലേ ഇങ്ങനെ ചെല്ലുന്നത് കന്തോ നല്ല ഉണ്ടായിന് കാണാൻ. നല്ല മജ ഉണ്ടായിന് പറഞ്ഞാൽ. ആങ്കറിങ് അങ്ങനെ നല്ല സ്വഭാവമുള്ള ഒരു ആങ്കറിങ്. നമുക്ക് വേറെ പോലെ ഒരു തോന്നുന്നില്ല, നമ്മൾ തന്നെ ഒരു ആരോ പോലെ. അപ്പോൾ ഇൻസ്റ്റാലെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടെല്ലാം എടുത്തിട്ട് നമുക്ക് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ആരെയെന്നെല്ലാം. അപ്പോൾ ഇതെൻ്റെ അളപ്പാൻ്റെ മോളെന്ന് പറഞ്ഞു. അളപ്പാൻ്റെ മോളെ കുഞ്ഞിൻ്റെ കാവുത്തൽ സുന്നത്ത് വാങ്ങുന്നത് മറ്റേ കുഞ്ഞിൻ്റെ കാവുത്തൽ രണ്ടാമത് ഏട്ടൻ്റെ അനിയൻ്റെയും. അങ്ങനെ ഇതിപ്പോൾ ഇല്ലേ കുറേ ഒരു ഏകദേശം 2 മാസത്തിൻ്റെ അടുക്കായില്ലേ വീഡിയോ ചെയ്യുക. അതിനൊരു വോയിസ് കൊടുക്കുന്ന ഒരു ടച്ച് പോയിന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കുന്നത് എന്തെങ്കിലും ശരിയാന്നേയില്ല. ഞാൻ വോയിസ് കൊടുക്കുന്നിട്ടില്ല, കുറച്ച് കൊടുക്കുന്നിട്ടില്ല. ഒന്നാമത് സൗണ്ടും പോയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ടാകുമ്പോൾ തന്നെയില്ല ആ ഒരു പകുതി സൗണ്ട് പോകുന്നത്. അതെന്ത് പ്രശ്നമോന്ന് അറിയുന്നില്ല. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോസ് നോക്കുന്ന ആച്ചെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ കമൻ്റ് ആക്കണം. ആ സൗണ്ട് എന്താ പോകുന്നതെന്ന് ഇത്തിരി ഉറക്കൊഴിഞ്ഞെങ്കിൽ ഇത്തിരി കുറച്ച് കൂടുതൽ വിഷയം പറഞ്ഞെങ്കിൽ സൗണ്ട് പോയിട്ടായി. പിന്നെ ഉറക്കെല്ലാം നേരായിട്ടാണോ സൗണ്ടെല്ലാം ഒന്ന് നേരാണെങ്കിൽ അത് എന്ത് സംഭവമോ എന്ത് കഥയെന്ന് അറിയുന്നില്ല. ഡോക്ടർ കാണിക്കേണ്ട കേസാണെന്നും അറിയുന്നില്ല.
കുറേ വിഷയം പറഞ്ഞില്ലെങ്കിൽ നേരെ ഉറങ്ങിയെങ്കിൽ എന്ത് പ്രശ്നമില്ല. ഉറക്കം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നം വരുന്നത് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം, അറിയുന്നവർ. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അങ്ങനെ. പരിഹാരമൊന്നുമില്ല, നേരെ കറക്റ്റ് ഉറങ്ങണം, കറക്റ്റ് കുറേ ഓവർ വിഷയം പറയാനും കഴിയില്ല. അത് രണ്ടും എന്നെ കൊണ്ട് നടക്കാതെ സംഭവം. എനിക്ക് ഒരാളെ കണ്ടെങ്കിൽ വിഷയം പറയാതെ കഴിയേയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം നല്ലത് അല്ല. എൻ്റെ മാത്രമല്ല, നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും വിഷയം കുറച്ച് കൂടുതൽ തന്നെ അറിയാം. ഒപ്പനയും പരിപാടിയും എല്ലാം മാഷാഅല്ലാഹ് തകൃതിയായിട്ട് നടന്നുകൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മളെ ഫൈനൽ എന്ത് ഒക്കെ തരുന്നില്ല കഥ പറയുന്നല്ലേ. കഥ പറയുമ്പോൾ മെയിനായിട്ട് എന്താ ചോദിക്കുന്നത്, ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ഓണം അല്ലേ, ലീവല്ലേ വരുന്നത്. ലീവാകുമ്പോൾ ടൂർ പോകുന്ന എവിടെയെങ്കിലും ട്രിപ്പ് പോകാറ്റില്ലേ. ഇപ്പോഴേ പ്ലാൻ ആക്കുന്നുണ്ടായിരുന്നു ഓരോന്ന്. പ്ലാനിങ് മാത്രമാ അല്ല ട്രിപ്പ് നടക്കിയാലൊന്നും അറിയാം. പക്ഷെ എന്നാലും നമ്മൾ പ്ലാൻ ആക്കും. അധിക ഫൈലാവും, ചിലപ്പോൾ പോവും, ചിലപ്പോൾ ട്രിപ്പ് അധികം പോകലുണ്ട്, അധികം ഫൈലാവലുണ്ട്. എന്നാലും പ്ലാൻ ആക്കും. നമ്മളതൊരു കഴിവ് തന്നെ അറിഞ്ഞാൽ പ്ലാൻ ആക്കിയിട്ടില്ലേ അധികവും ക്യാൻസൽ ആവല തന്നെയാണ്. എന്നാലും പ്ലാൻ ആക്കാണ്ട് നിൽക്കാല അറിഞ്ഞാൽ ക്യാൻസലായി എന്നല്ലിട്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഗിഫ്റ്റ് നോക്കും. മാഷാഅല്ലാ. അപ്പോൾ ഇത് നേരെ പകുതിയാണ്. ഞാൻ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നുണ്ട്, അവിടെ ഇതാകുമ്പോൾ ഫില്ലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി അപ്പുറത്തുണ്ട്. മാഷാഅല്ലാ. അങ്ങനെ ഇതാ പുള്ളമാറല്ലേ ആ പോപ്പറിൻ്റെ അടിയിൽ തന്നെ ഇരുന്നിരുന്നറിഞ്ഞാൽ നല്ല വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേജിൻ്റെ സൈഡ് തന്നെ കഥ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഒന്നിച്ച് കൂടിയും കഥ പറഞ്ഞേ കുറയോ നിർത്തലല്ലോ. അപ്പോൾ ഏട്ടത്തിമാരുണ്ട്, കുഞ്ഞുമാൻ്റെ മക്കളുണ്ട്, എളപ്പാൻ്റെ മക്കളുണ്ട്, എളമാമാരുണ്ട്, പിന്നെ കുഞ്ഞുമാമാരുണ്ട്. എല്ലാവരും ഓരോരോ ബാച്ചായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫാമിലിയിൽ മാഷാഅല്ലാഹ് 3 മരുമക്കളായി. ഒന്ന് ഞങ്ങൾ അജ്ജുൻ്റെ അജ്ജുൻ്റെ ഓളും, പിന്നെ ഒരു കുഞ്ഞുമാൻ്റെ മെരിയോള്, പിന്നെ ഒരാളപ്പാൻ്റെ മെരിയോള്. അങ്ങനെ മാഷാഅല്ലാഹ് 3 മരുമക്കളായി നമ്മളെ ഫാമിലിയിൽ. ഇനി 2-3 പേരും വരാനുണ്ട് ഇൻഷാഅല്ലാഹ്. ഉറമംഗലവും മജിയെല്ലാം ആക്കാനുണ്ട്. ആയിട്ടില്ല. 2 മാഷാഅല്ലാഹ് പെണ്ണ് തകൃതിയായിട്ട് നോക്കുന്നുണ്ട്. അതെല്ലാം സെറ്റായെങ്കിൽ നമുക്ക് നല്ല 2 അടിപൊളി മംഗലം ഉണ്ടാവും. അപ്പോൾ അതാ പുള്ളന്മാരയില്ലേ വേറെ ഇങ്ങനെ ഇതാക്കിയിട്ട് സ്റ്റേജിൽ സംഭവങ്ങളിൽ നടക്കുന്നുണ്ട്. ഇടയിലൊക്കെ സ്റ്റേജ് നോക്കുന്നു, ഇടയിൽ നമ്മൾ കഥ പറയുന്നു, അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു ചായ എടുത്തുകൊണ്ടിരുന്ന്, ഇപ്പുറത്തുള്ള ഒരു ജിലേബി എടുത്തുകൊണ്ടിരുന്ന്, പിന്നെ കുറേ ബിസിയാക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് നമ്മളവിടുന്ന് വിട്ടതാണ്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ അതേ നമ്മൾ അളിയാൻ്റെ ബസ്സിൽ തന്നെ ബൈലോട്ട് പോയി. നമ്മൾ എല്ലായിടത്തേക്ക് പോകുമ്പോൾ അങ്ങനെ അളിയാൻ്റെ ബസ്സിൽ തന്നെ എല്ലാവരും ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ടാകുമ്പോഴേ കുറച്ച് എല്ലാവരും കൂട്ടിയിട്ടാകുമ്പോൾ അതൊരു കുറേ പൈസ ആയില്ലേ. അങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകല്. അപ്പോൾ അതൊരു നല്ല മജാന്ന്. അങ്ങനെ എല്ലാവരും നമ്മൾ പുരക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. ഇൻഷാല്ലാ ഞാൻ നോക്കട്ടെ ഇനി ഡെയിലി വീഡിയോ ഇടാൻ കഴിയുമെന്നറിയില്ല. വീഡിയോസ് കുറേ ഉണ്ട് എടുത്തിട്ട് വെച്ചിട്ട് അപ്ലോഡ് ആക്കാനൊരു എന്തോ അതന്നെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഈ ഫോണിൽ സ്റ്റക്കായിട്ട് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന മാതിരിയാണ് ഈ ഫോണിനെ ഇപ്പോൾ അടുത്തതായിട്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിൽ ഡെയിലി ഇട്ടിട്ട് തീർത്തിട്ടായിട്ട് പുതിയ വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. റെസിപ്പി ഉണ്ട്, പിന്നെ നമ്മളെ കുറച്ച് സ്റ്റോറി ഉണ്ട്, പിന്നെ നമ്മൾ ഓർഡറിൻ്റെ കഥയുണ്ട്, നമ്മൾ പോയത് വന്നത് ഇരുന്നത് നിലയാണെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ആയിട്ട് ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾ ചെല്ലണം, നിങ്ങൾക്ക് ലോങ് വീഡിയോ ഇഷ്ടമോ ഷോർട്ട് വീഡിയോ ഇഷ്ടമോ എന്നൊക്കെ. ബൈ, അസ്സലാമു അലൈക്കും.